സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ആത്മീയ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്, പ്രിയ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദൈവദാസന്, മറ്റ് പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ ദിവസങ്ങളിൽ ദൈവപാദപീഠത്തിൽ ഈ ദൈവസഭ ദൈവമക്കൾ ഒന്നിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുന്നല്ലോ. 2025 ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ കുറച്ച് സമയങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുവാനും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ഒന്നിച്ചായിരിക്കാനും നമ്മളൊക്കെ അവസരങ്ങളെ വേർതിരിച്ചിരിക്കുന്നല്ലോ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകാല കർത്താവ് എനിക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം ഇവിടെ നൽകി തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് അനുവദിച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അവസരം എനിക്ക് കൈവന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന അവിടെയും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഈ നാട്ടിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്കൊരു വഴി ഒരുക്കി. ആമേൻ. പ്രാരംഭമായിട്ട് ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്നെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എൻ്റെ മാതൃസഭയെന്ന് പറയുന്നത് പത്തനംതിട്ട ചർച്ച് ഓഫ് ഗോഡ് ടൗൺ ചർച്ചാണ്. അവിടെയുള്ള 2 ദൈവദാസന്മാർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 ദൈവദാസന്മാർ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന് പാസ്റ്റർ ചെറിയാൻ ഫിലിപ്പ്, അതുപോലെ തന്നെ വർഗീസ് അബ്രഹാം പാസ്റ്റർ. ഇവർ 2 പേരും ഞങ്ങളുടെ പാസ്റ്റർ കൂടെയായിരുന്നു. ആമേൻ. അവരും ദൈവത്തിന് സ്തോത്രം ഇവിടെ ശുശ്രൂഷിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അന്നൊക്കെ ഈ സഭയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ആമേൻ, അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആമേൻ ദൈവം നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രാരംഭമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിയ വഴികളെക്കുറിച്ച് ചില മിനിറ്റുകൾ പറയാതെ എനിക്ക് തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച ഒരു ദൈവവചനമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ദൈവം നടത്തിയ വഴികളെക്കുറിച്ചൊന്ന് പറയണമല്ലോ. പത്തനംതിട്ടയിലെ പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. വേഗത്തിൽ പറഞ്ഞുവിടാം. കാരണം ഞാൻ ആരാണ് എന്നുള്ളതിനേക്കാൾ ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരം വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങളൊന്ന് അറിയണമല്ലോ, ഇല്ലേ? വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതാരാണ് വന്നത്, എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പത്തനംതിട്ടയിൽ പുത്തൻപീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ 2 കത്തോലിക്ക പള്ളിയും 2 ഓർത്തഡോക്സ് പള്ളിയുമുള്ള ഒരു സ്ഥലത്ത് പെന്തക്കോസ്ത് വിശ്വാസികൾ വളരെ വിരലിൽ എണ്ണാനായിട്ട് മാത്രമുള്ള ദൈവദാസന്മാർക്കൊന്നും അധികം പ്രവേശനമില്ലാത്ത, ആത്മീക വേലയ്ക്കൊന്നും വലിയ വേരോട്ടമില്ലാത്ത ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പാരമ്പര്യമായി അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബത്തിൻ്റെ അകത്ത് എൻ്റെ 1.5 വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ ഇറങ്ങിപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം ഞാൻ ജനിച്ചു വളർന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ജനിച്ചു വന്നപ്പോൾ അന്നത്തെ കാലത്തെ രീതിയല്ലേ, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ മമ്മിയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം എൻ്റെ പപ്പ മദ്യപാനിയായിരുന്നു. വളരെ കടുത്ത മദ്യപാനത്തിൽ ആ നാളുകളിൽ പപ്പ പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. കാരണം ഈ ഇടയിൽ BJP ആദ്യമായിട്ട് അവിടെ ഇലക്ഷന് ജയിച്ച് അവിടെ ഭരണത്തിലേക്ക് വരികയാണ്, പഞ്ചായത്ത് ഭരണത്തിലേക്ക്. അപ്പോൾ ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് BJPയുടെയൊക്കെ സജീവ പ്രവർത്തകനായി എൻ്റെ പപ്പ ആമേൻ പോയി. അങ്ങനെ പപ്പ മദ്യപാനത്തിലേക്ക് പോയി, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റാതെ എൻ്റെ അമ്മ 1.5 വയസ്സുള്ള സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് എന്നെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ മമ്മി ഒരു മർത്തോമക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നൊരു ശീലം മമ്മിക്കുണ്ടായിരുന്നു. അങ്ങനെ മമ്മിയുടെ വീട്ടിലേക്കാണ് പോയത്. അതിനുശേഷം 1.5 വയസ്സുള്ള സമയം മുതൽ എൻ്റെ അമ്മയുടെ സ്നേഹമില്ലാതെയാണ് ഞാൻ വളർന്നത്. അപ്പൻ്റെ ദൈവത്തിന് സ്തോത്രം കരുതൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത് ഈ ചില സമയങ്ങളിൽ അനുഭവങ്ങളാണ് ചിലർക്ക് പ്രചോദനമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ എൻ്റെ ബാല്യകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സമയത്ത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ നല്ല മാതാപിതാക്കളെ ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കൊരിക്കലും അറിയത്തില്ല. പക്ഷേ ഇതില്ലാത്തവരോട് നമ്മളൊന്ന് ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കിണറ്റിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച ഒരാളാണ്.
അന്ന് എൻ്റെ ജീവിതം അവിടെ തീരാതിരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്നേഹവാനായ ഒരു ദൈവം ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് ആ കിണറ്റിൽ വീഴാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. കാരണം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നതെന്ന്. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അന്ന് ആയുസ് കർത്താവ് നീട്ടിത്തന്നത് അനേകരോട് കർത്താവിനെ പ്രസംഗിക്കാനാണ്. ഞാനൊരു കാര്യം ആമേൻ, ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൻ്റെ അകത്ത് നിന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നത്തെ പ്രശ്നങ്ങളും ഇന്നത്തെ പ്രയാസങ്ങളും ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ പിന്നിലൊരു ദൈവോദ്ദേശമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഹന്ന കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. അവളുടെ കണ്ണുനീരിൻ്റെ ആമേൻ കാരണം അന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടു. ഹന്നയുടെ ഉദരത്തിൽ നിന്ന് ശമൂവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പുറപ്പെട്ടു. ഞാനൊരു കാര്യം ഇന്ന് രാത്രിയിൽ പറയട്ടെ, കടന്നുപോകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഏതാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, അതിൻ്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ട്. അത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ അവിടെ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, മമ്മി എന്നെ വിട്ടിട്ട് പോയി. അങ്ങനെ 1997, പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് മമ്മി തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന സമയത്താണ് കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്നത്. അന്നാണ് ഞാൻ യേശു എന്ന് പറയുന്ന ഒരാൾ ജീവിക്കുന്നു എന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അത് കേട്ട നാളിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ, ദൈവം എവിടെയാണ് ഇരിക്കുന്നത് നമുക്കറിയത്തില്ല. കാരണം ദൈവത്തിന് സ്തോത്രം, ഈ പല സമയങ്ങളിലും ദൈവം എങ്ങനെയാണ് വരുന്നത്? എൻ്റെ വീട്ട്, നമ്മുടെ വീട്ട് ഷർട്ടും പാൻറ്റും ഒന്നും ഇട്ടൊന്നുമല്ല ദൈവം വന്നിരിക്കുന്നത്. ദൈവം ആത്മാവായതുകൊണ്ട്, ആത്മാവായ ദൈവത്തെ കാണാൻ കഴിയാത്തത് കൊണ്ട് പല സമയങ്ങളിലും അവിടുത്തെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ ഉയരത്തിലേക്ക് നോക്കി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ അങ്ങേ എനിക്കൊന്നറിയാൻ എനിക്കൊരവസരം തരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം ആ സ്വപ്നം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആമേൻ, ആദ്യം എനിക്കത് ദർശനമാണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ 2001 സ്നാനപ്പെടുന്നത്. സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. അത് പരിശുദ്ധാത്മാവാണെന്നും അഭിഷേകമാണെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെന്നിരുന്നു. കുറച്ചധികം ആളുകളുണ്ട്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ ദൈവത്തിന് സ്തോത്രം വീട്ടിൽ നിന്ന് തള്ളിയ 2 സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഇന്നെനിക്ക് മനസ്സിലായി അത് പ്രവചനമാണെന്ന്. അന്ന് എനിക്കറിയില്ലായിരുന്നു അത് പ്രവചനമാണെന്ന്. കാരണം എന്നെ ചൂണ്ടി ആ സഹോദരിമാർ പറഞ്ഞു, ഈ ഇരിക്കുന്ന കുഞ്ഞ് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുമെന്ന്. അന്ന് ഞങ്ങൾ പള്ളിയിലാണ്, ഓർത്തഡോക്സിലാണ്. ഞാൻ വിചാരിച്ചത് ഓർത്തഡോക്സിലെ വല്ല അച്ഛനും ആകാനാകും എന്നുള്ളതാണ്. കാരണം കർത്താവിൻ്റെ വേല എന്താണെന്നോ ആത്മാവ് എന്താണെന്നോ എനിക്കറിയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായൊരു ദൈവശക്തി എൻ്റെ മേലേക്ക് ഇറങ്ങി വന്നു. ഞാനന്ന് സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്നതിന് മുമ്പാണ് അന്ന് ദൈവം 2001 തൻ്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. അങ്ങനെ ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച്, അന്യഭാഷയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് അവിടെ ഉള്ളവരാണ് പറഞ്ഞത്, മോനെ ഇത് അന്യഭാഷയാടാ നീ പറഞ്ഞതെന്ന്. എന്തൊക്കെയോ എൻ്റെ നാവിന്മേൽ ദൈവം തന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു വഴിത്തിരിവായിട്ട് മാറി. അങ്ങനെ 2001 പത്തനംതിട്ട ചർച്ച് ഓഫ് ഗോഡ് ടൗൺ ചർച്ചിൽ ആമേൻ ദൈവകൃപയാൽ സ്നാനപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങളല്ല, വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. സന്തോഷമുള്ളവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. അങ്ങനെ 2007 മുതൽ 2011 വരെ കർത്താവിൻ്റെ വേലയ്ക്ക് ഭയങ്കരമായ വിളി എൻ്റെ മേലുണ്ടായി. കാരണം ദൈവാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നത് മുതൽ ദൈവത്തിന് സ്തോത്രം എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല. കാരണം രാത്രിയിൽ ദർശനങ്ങളിൽ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്. അത് ദൈവം പറയാനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ വീട് സാമ്പത്തികമായും എല്ലാ തരത്തിലും തകർന്നൊരു വീടായിരുന്നു ഞങ്ങളുടെ വീട്. ഞാനും എൻ്റെ അനിയനും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ അമ്മ പോയി 10 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് ഉണ്ടായതാണ് എൻ്റെ സഹോദരൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ മൂത്ത മകൻ എന്നുള്ള നിലയിലെ ഉത്തരവാദിത്തം മൊത്തം എൻ്റെ തോളിലായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഡിഗ്രിക്ക് 90% മാർക്കുണ്ടായിരുന്നു. അപ്പം ദൈവത്തിന് സ്തോത്രം, ഞാൻ വഴിയിൽ പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങുമ്പോൾ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞു,
നീ ഇറങ്ങരുത് ഒരിക്കലും. കാരണം നിനക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ഭാവിയുണ്ട്. നിന്റെ വീടിന്റെ കാര്യം എന്തായി തീരും, നിന്റെ സഹോദരന്റെ കാര്യം എന്തായി തീരും, നിന്റെ കുടുംബത്തിന്റെ കാര്യം എന്തായി തീരും. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, ഈ 2025 ഞാൻ ഈ വചനം എടുത്ത് പ്രസംഗിക്കുമ്പോഴും എനിക്കൊരു കാര്യം അറിയാം. 1 രൂപയ്ക്ക് പോലും ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ ദൈവം തന്നിട്ടില്ല. എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യും? ആമേൻ. ഞാൻ ഇതുപോലെ ഗൾഫിലൊന്നുമല്ല, ഞാൻ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മാന്യമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ ദൈവം നമ്മളെ കരം പിടിച്ച് നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെ 2007 ദൈവം എന്നോട് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ നിന്റെ കാര്യം ഞാൻ നോക്കും. അങ്ങനെ ആമേൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 2007 മുതൽ 2011 വരെ ദൈവവചനം പഠിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ ചർച്ച് ഓഫ് ഗോഡുകാരനായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്ററായിട്ട് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിൻ്റെ പരീക്ഷകളൊക്കെ ഞാൻ പോയി എഴുതി. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക നിയോഗം എൻ്റെ മേൽ തന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ സ്വന്തം ദേശത്ത് ഞാൻ നിന്നെ നിർത്തും. ഞാൻ സത്യമായിട്ട് പറയുന്നു, അന്നും ഇന്നും എനിക്ക് എൻ്റെ സ്വന്തം ദേശം ഇഷ്ടമല്ല. കാരണം ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ നാട് വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ സ്വന്തം ദേശത്ത് ഞാൻ നിന്നെ നിർത്തും. ആമേൻ. ഇവിടെ എനിക്ക് ചില പ്രവർത്തികൾ ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ ദൈവം പറയുന്നത് കേട്ട് അവിടെ ഒരു ചെറിയ കൂട്ടായ്മ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അന്ന് ഒരു 14-16 പേര് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. കൃപയാൽ ഇന്ന് ഒരു 130 പേരോളം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായി കർത്താവ് ദേശത്ത് നിർത്തി. ന്യൂ ജനറേഷൻ ചർച്ചല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവവചനം യൂട്യൂബിലൂടെ കേട്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വളരെ വിരളമായി മാത്രമേ അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കാറുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കാത്ത ദൈവമായതുകൊണ്ടല്ല. 1-ാം സ്ഥാനം വചനത്തിന് കൊടുത്താൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ബാക്കിയുള്ളതെല്ലാം പിന്നാലെ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ ബാക്കിയുള്ളതെല്ലാം പിന്നാലെ വരുമെന്ന് വചനത്തിന്റെ അകത്തുനിന്ന് ഞാൻ പഠിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന വെളിപ്പാടാണ് ദൈവവചനം പ്രസംഗിക്കുക. പെട്ടെന്ന് മുമ്പോട്ട് പോകാം. 2011 മുതൽ കർത്താവിന്റെ വേല അവിടെ ആരംഭിച്ചു. 2014 എൻ്റെ വിവാഹം. 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. മൂത്തയാൾ എപ്പഫ്രാസ് 11 വയസ്സ്, ഇളയാൾ രുഹമ്മ 6 വയസ്സ്. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2016 എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു വലിയ നിരാശ കയറി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അകത്തൊക്കെ ചില ദൂതുണ്ട്. 2016 എൻ്റെ ഉള്ളിൽ ഒരു വലിയ നിരാശ കയറിയ നിരാശ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ദൈവവൈതലാണോ എന്നുള്ള ഒരു വലിയ സംശയം എൻ്റെ ഉള്ളിലേക്ക് കയറി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, വിശ്വാസത്തിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, സ്നാനപ്പെടുത്തുന്നുണ്ട്, എല്ലാം സെയിം ടൈം നടക്കുന്നുണ്ട്. ദൈവാലോചന പറയുന്നുണ്ട്, ദൈവപ്രവൃത്തികൾ നടക്കുന്നുണ്ട്, സകലതും ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ തുറന്ന് ചങ്കുപൊട്ടി ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, 2016 എൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പുറത്തെല്ലാം ഉണ്ട്, പക്ഷെ അകത്ത് എന്തോ ഒരു വല്ലാത്ത ശൂന്യത. ദൈവത്തിന് സ്തോത്രം. ഇതെന്താണെന്ന് അറിയണമല്ലോ. പക്ഷെ വചനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ തെറ്റിപ്പോയില്ല, ഒരല്പം പോലും പിറകിലേക്ക് പോയില്ല. ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. കാരണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല. അന്യഭാഷയുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, അഭിഷേകമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷെ എന്താണ് എൻ്റെ അകത്തെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ചില ദിവസങ്ങൾ ഇരുന്നപ്പോൾ ഞാൻ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം മനസ്സിലാക്കി. കർത്താവ് ഒരു രാത്രിയിൽ എന്നോട് പറഞ്ഞു, നീ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ്, നീ അഭിഷേകം പ്രാപിച്ചവനാണ്, നീ അന്യഭാഷയുള്ളവനാണ്, പക്ഷെ നീ എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല ജീവിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ പറയാം, ദൈവത്തിന് സ്തോത്രം. അന്യഭാഷ വേണ്ടെന്ന് ഞാൻ പറയില്ല. ഞാൻ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് പറ്റിയ പ്രശ്നം ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ അന്യഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തു, അഭിഷേകത്തിന് പ്രാധാന്യം കൊടുത്തു. പക്ഷെ ദിനം തോറും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിന് എവിടെയോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ പല സെമിനാറുകളിൽ ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്, പലയിടത്ത് മീറ്റിങ്ങുകൾക്ക് പോകുന്നുണ്ട്, ദൈവവചനത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്, എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഇതെല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ നീ എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല പോകുന്നത്. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അഭിഷേകം മാത്രം പോരാ, ആത്മനിറവിൻ ജീവിതം ഒരു ദൈവവൈതലിന് വേണം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. അഭിഷേകവും അന്യഭാഷയും മാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാത്മനിറവിൻ ജീവിതത്തിലേക്ക് ദൈവസഭ ഈ നാളുകളിൽ മടങ്ങി വരണം.
ചൂടാരബാലബ ശംഭരാധനാധര. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ പണ്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, പണ്ട് ഞാൻ ദൈവകൃപ ഏറ്റെടുത്തു എന്നുള്ളതല്ല. ഇന്ന് ആത്മനിറവിൻ ജീവിതത്തിലാണോ മുൻപോട്ട് പോകുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യനോട് പറയാതെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. ദീർഘനാളുകളിൽ ഉപവാസത്തിൽ ഇരിക്കാൻ തുടങ്ങി. സ്തോത്രം. ദൈവം എന്റെ സകല ചിന്താമണ്ഡലങ്ങളെ പൊട്ടിച്ചു കളഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ ഒരിക്കലും ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, അറിവ് കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ശലോമോൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അറിവ് കൊണ്ട് ശലോമോൻ രക്ഷപ്പെട്ടില്ല. ശലോമോന്റെ അത്രയും ജ്ഞാനവും അറിവും ഒന്നും ദൈവം കൊടുത്തില്ലെങ്കിലും ദാവീദിന് ഒരു നല്ല മനസ്സുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആഴമായ വിശുദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവിനെ നടത്താൻ തുടങ്ങി. ആമേ. 2017 മുതൽ ദൈവം എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ പാപങ്ങൾ തൊട്ട്, ഞാൻ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിലും നമുക്ക് പലപ്പോഴും വലിയ പാപങ്ങളായി നമ്മൾ കണക്കാക്കുന്ന പലതും ഉണ്ടല്ലോ. മദ്യപാനം, ദൈവത്തിന്റെ സ്തോത്രം, അങ്ങനെ സോ കോൾഡ് സിൻസ്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അതിനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ പാപത്തിന്റെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വലുതു മുതൽ ചെറുതുവരെ സകലതും ദൈവസന്നിധിയിൽ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ചില നിരൂപണങ്ങൾ പോലും ദൈവസന്നിധിയിൽ പാപമാണ്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല, 3 ദിവസം ഉണ്ടല്ലോ. വിശുദ്ധനായ ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ആ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ചില നിരൂപണങ്ങൾ പോലും അവിടുത്തെ സന്നിധിയിൽ ചില പ്രവർത്തികൾക്ക് തടസ്സമാണെന്നേ. അങ്ങനെ അന്നു മുതൽ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സത്യസന്ധമായി പറയുക, ദൈവം എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എൻ്റെ പാപങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇത്രയും വലിയ പാപിയാണോ ഞാൻ? ഇല്ലേ. ഇത്രയും വലിയ പാപിയാണോ ഇതെല്ലാം എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കാൻ? കാരണം നമ്മുടെ മനസ്സിന്റെ അകത്ത് കുറച്ച് മുൻവിധികളുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്, നമ്മൾ സ്നാനപ്പെട്ടതാണ്, നമ്മൾ വിശ്വാസത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും എന്താ പറയുന്നത്, സാറ്റിസ്ഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഈ ചിന്തകൾ മൊത്തം ദൈവം മുട്ടച്ചു കളഞ്ഞു. എനിക്ക് കുറച്ച് മൂശാട്ട സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല, ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു. ദേഷ്യപ്പെടും എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളൊക്കെ ദേഷ്യപ്പെടും. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ദേഷ്യം മാറ്റണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചു. 2023 കർത്താവ് എന്നോട് പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ നിന്നെ ഒരുക്കിയത് അടുത്തൊരു ശുശ്രൂഷയിലേക്ക് നിന്നെ കൊണ്ടുവരാനായിട്ടാണ്. ദൈവം അത് പറഞ്ഞില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഒന്ന്, അവിടുത്തെ വരവിന് വേണ്ടി അവിടുന്ന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. 2, നമ്മളിലൂടെ ചെയ്തെടുക്കുവാനുള്ള ദൈവ പ്രവർത്തികൾക്കും ദൈവ പദ്ധതികൾക്കും പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. അപ്പൊ ഇത്രയും നാൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്നോട് ദൈവം ഇടപെടാനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി സംസാരിച്ചു, അനേക പാപം ചെയ്തതിന്റെ അരികിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേർക്ക് പാപബോധം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. തെറ്റിപ്പോയ ഒരുപാട് ആടുകളുണ്ട്. അവരുടെ അരികിലേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്താൻ പോവുകയാണ്. പിശാചിന്റെ കയ്യിൽ കിടക്കുന്ന ഒത്തിരി എണ്ണമുണ്ട്. അതിന്റെ അരികിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. നീ ഒരുക്കപ്പെടാതെ, നീ ശുദ്ധീകരിക്കപ്പെടാതെ ആ യുദ്ധമുഖത്തേക്ക് നിന്നെ ഞാൻ ഇട്ടുകൊടുത്താൽ പിശാചിന്റെ അമ്പിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവസഭയോട് ഞാൻ ദൈവാത്മാവിൽ, ആമേൻ, ഈ ഉപവാസത്തിന്റെ 2ാമത്തെ ദിവസം രാത്രിയിൽ പറയട്ടെ, പിശാചിനെ നിനക്ക് ജയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിനക്ക് ജീവിത വിശുദ്ധിയിലൂടെ അവനെ ജയിക്കാൻ കഴിയുള്ളൂ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനോട് പറഞ്ഞു, അവന്റെ അമ്പുകൾ തീയമ്പുകളാണ്. സ്തോത്രം. അത് നിന്നെ തകർക്കും, നിന്റെ കുടുംബവും തകർക്കും. ഇത്രയും നാൾ ഞാൻ നിന്നെ ആഴമായ വിശുദ്ധിയിലേക്ക് നടത്തിയത്, ആമേൻ, പാപം ചെയ്ത് അകന്ന ഒത്തിരി എണ്ണമുണ്ട്. അവരുടെ അരികിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. 2024 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 21 ഡേയ്സ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ വൈഫും ഫുൾ ഫാസ്റ്റിംഗ് ആണ്. എല്ലാ വർഷവും എടുക്കുന്നതാണ്. എൻ്റെ ഭാര്യ അവിടെ നാട്ടിൽ ഫാസ്റ്റിംഗ് ആണ്, ഞാൻ പാർഷ്യലി ഫാസ്റ്റിംഗ് ആണ്. കാരണം ഇവിടെ വന്ന് ഫാസ്റ്റിംഗ് പറ്റത്തില്ല, പലയിടത്തും പ്രാർത്ഥിക്കാനും പലരും ഫുഡും ഒക്കെ തരുമ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ്. അതിൻ്റെ 16ാമത്തെ ദിവസം രാത്രിയിൽ എന്നോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ വചനം പ്രസംഗിക്കണം. അങ്ങനെ ഈ 4 മാസം മുമ്പ് ഒരു മീഡിയ
മിനിസ്ട്രി ആരംഭിക്കാൻ ദൈവം സഹായിച്ചു. കൃപയാൽ ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം കേട്ടു. ആമേൻ. ഇന്നലെയും ദൈവത്തിന് സ്തോത്രം പാപം ചെയ്തകന്ന ചിലരുടെ വാക്കുകൾ ദൈവദാസനെ ആമേൻ വചനം കേട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നെന്നുള്ള സാക്ഷ്യങ്ങൾ, ആമേൻ, അനേകർ രക്ഷിക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ ആമേൻ കൃപയാൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അങ്ങനെയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെയും വന്നത്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു വേദഭാഗത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി മതി. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. ഒരൊറ്റ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിൽ 3 ദിവസം ഇവിടെ പ്രാർത്ഥനയായതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ ജനത്തോട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടുന്നത്? അങ്ങനെ ദൈവം എനിക്ക് തന്ന ഒരു ചിന്തയാണ് അപ്പോസ്തല പ്രവൃത്തി 13-4. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പുസ്തകമെന്നാണ് ഞാൻ ആ പുസ്തകത്തെ വിളിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ ഒരു പുസ്തകത്തിലും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് ഇത്രയധികം എഴുതിയ മറ്റൊരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ്. പക്ഷെ നമ്മൾ ഇത് പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ആരംഭ നാളുകളിലെ ഏകദേശം 30 വർഷത്തെ ചരിത്രമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ അകത്തുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രസംഗത്തിന്റെ പുസ്തകമാണ്. ഇത് പ്രസംഗത്തിന്റെ പുസ്തകമാണ്. നമ്മളെക്കുറിച്ചൊക്കെ പൊതുവെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രസംഗം കൂടുതലാണെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ? നമ്മളെക്കുറിച്ചൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗമാണ് സഹിക്കാൻ വയ്യാത്തത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുസ്തകം ഇതൊരു പ്രസംഗത്തിന്റെ പുസ്തകമാണ്. കാരണം 19ഓളം പ്രസംഗമാണ് ഈ ഒരൊറ്റ പുസ്തകത്തിന്റെ അകത്ത് കിടക്കുന്നത്. ഏതിന്റെ അകത്ത്? അപ്പോസ്തല പ്രവൃത്തികളിൽ. അത് വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവവചന ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എത്ര പേര് മനസ്സിലാക്കി? ഇന്ന് രാത്രിയിൽ നമ്മൾ പലതും കേട്ടിട്ടുണ്ടാകാം, നമ്മൾ പലതും അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, വചന ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവം എന്നെ പഠിപ്പിച്ച, ദൈവം എന്നെ മനസ്സിലാക്കി തന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ ഒരു ഉപവാസത്തിലേക്ക് ഞാൻ പോകാം. ദൈവത്തിന് സ്തോത്രം. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോ. യേശു ചെയ്ത 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതുമായ അത്ഭുതങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഈ അത്ഭുതങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒന്നാമത് വചനം, രണ്ടാമത് അത്ഭുതം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒന്നാമത് വചനം, രണ്ടാമത് അത്ഭുതം. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശേഷിയുള്ളവനാണ്. ഗലീല എന്ന് പറയുന്ന പട്ടണങ്ങൾ ദാരിദ്ര്യമുള്ള പട്ടണങ്ങളായിരുന്നു അന്നത്തെ കാലത്തെ പട്ടണങ്ങൾ. ഈ പട്ടണങ്ങളിലെ വീടുകളിലെല്ലാം പോയി അവരുടെ ദാരിദ്ര്യം മാറ്റാൻ യേശുവിന് കഴിയാത്തത് കൊണ്ടല്ല. ഗലീലയിലെ വീടുകളിൽ പോയി ദാരിദ്ര്യം മാറ്റുകയല്ല യേശു ചെയ്തത്. തന്റെ പാദപീഠത്തിൽ ആമേൻ മണിക്കൂറുകളോളം ഒരുപക്ഷെ വെള്ളം പോലും കുടിക്കാതെ അവിടുത്തെ തിരുവായ്മൊഴി കേൾക്കാൻ ഇരുന്നവർക്ക് വേണ്ടിയാണ് ആമേൻ അത്ഭുതം ചെയ്ത് അപ്പം കൊടുത്തത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് അത്ഭുതങ്ങളും വിടുതലുകളും എന്നൊക്കെ പറഞ്ഞ് പലതും നടക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നീ ഇരിക്കാൻ തയ്യാറായാൽ, നീ ഉപവസിക്കാൻ തയ്യാറായാൽ, ദൈവമുഖത്തേക്ക് നോക്കാൻ തയ്യാറായാൽ, ദൈവാത്മാവിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് കഴിയുമ്പോൾ അത്ഭുതങ്ങൾ താനേ വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ളതെല്ലാം പുറകെ വരുമെന്നേ. എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യും? ദൈവം നിന്നോട് പറഞ്ഞിട്ടാണെങ്കിൽ നീ ഒന്നിൻ്റെയും പുറകെ പോകണ്ട. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബാഗിന് പോലും ഒരു സാക്ഷ്യം പറയാനുണ്ട് ദൈവദാസനെ. ഞാനിവിടെ 2ാമത്തെ ദിവസം വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. പരിചയമില്ല. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ റെൻസൺ ആണോ? ഞാൻ പറഞ്ഞു അതെ ആണ്. എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അവരാണ് എന്നെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വരാം. പ്രാർത്ഥിക്കാൻ വരുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ അവർക്കെല്ലാം ആകെ ടെൻഷൻ. ഇത് ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തന്നു, നീ പോകാൻ പറഞ്ഞു. വാട്സാപ്പിൽ നോക്കിയിട്ട് ഫോട്ടോ ഇല്ല, ഒന്നുമില്ല.
സ്തോത്രം. ഞാൻ വരാം, നമുക്കെന്താ, കൂടി വന്നാൽ നമ്മളെ തല്ലിക്കൊല്ലുമായിരിക്കും. തെരുവുകളിൽ നിന്ന് പരസ്യയോഗം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം. കേരളത്തിന്റെ തെരുവുകളിൽ നിന്നുകൊണ്ട് പരസ്യയോഗം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. തമിഴ്നാട്ടിൽ വെച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കെ അവിടെ വെച്ച് മുഴുവനും പിടിച്ച് ഞങ്ങളെ അകത്താക്കിയതാണ്. കൃപയാൽ ഒരു കേസ് പോലും ചാർജ് ചെയ്തില്ല. ദൈവോടൊരു വ്യക്തി ഒരുക്കി. കൂടി വന്നാൽ പിടിച്ചിടുമായിരിക്കും, അതിൽ കൂടുതൽ കാര്യമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, എന്നെ വിളിച്ചത് ആരാണെന്നറിയാമോ? ഒരു മർത്തോമ കുടുംബം, ഭാര്യ ഓർത്തഡോക്സുകാരി. ദൈവവചനം കേട്ടിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി 3/4 മണിക്കൂർ വചനം കേട്ട് ഞാൻ അവരോട് സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചെല്ലാം പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം, കൃപയാൽ അവർ രക്ഷിക്കപ്പെട്ടു. ഇറങ്ങി വരാൻ നേരത്ത് എനിക്കൊരു ലാപ്ടോപ്പിന്റെ ബാഗ്, എൻ്റെ വീട്ടിലോട്ടൊരു കേക്ക്, കുറച്ച് കേടി പോക്കറ്റിലിട്ട് വന്നിട്ട് പറഞ്ഞു, പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വരണം. ഞാനത് കൊണ്ടുവന്ന് വീട്ടുകാരെ കാണിച്ചപ്പോൾ അവർക്ക് അത്ഭുതം. ഞാനൊരു കാര്യം പറയാം, ദൈവം പറയുന്നത് കേട്ടാണ് നീ പോകുന്നതെങ്കിൽ നീ ഒന്നിന്റെയും പുറകെ പോകണ്ട. നീ അറിയാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. എനിക്ക് ബാഗ് കിട്ടിയ കാര്യമോ എനിക്ക് പൈസ കിട്ടിയ കാര്യമോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാര്യം ദൈവം നോക്കും. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ അകത്ത് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് അവരെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. അങ്ങനെ ഒരു പദമാണ് വേദപുസ്തകത്തിന്റെ അകത്ത് മറ്റെവിടെങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു എന്ന് രേഖപ്പെടുത്തിയ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചതിന് ശേഷം നടന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 3 മിഷനറി യാത്രകളാണ് വചനത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ആ മിഷനറി യാത്രകളുടെ ആരംഭം എവിടെയാണെന്നറിയാമോ? വിരലിലെണ്ണാവുന്ന ചിലർ ദൈവസന്നിധിയിൽ ഉപവസിച്ച ഉപവാസത്തിൽ നിന്നാണ് 3 മിഷനറി യാത്രകൾ നടന്നത്. പ്രൈസ് ദി ലോർഡ്. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 5 പേരുടെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു, കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. ഈ 3 മിഷനറി യാത്രകളാണ് ദൈവസഭയുടെ ചരിത്രം മാറ്റിയത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവത്തിന് സ്തോത്രം യഹൂദന്മാരുടെ ഇടയിൽ ആ ചുറ്റുപാടിൽ ഒതുങ്ങി നിന്നിരുന്ന ദൈവസഭയെ ഗ്രീക്കോ റോമൻ ലോകത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം എത്തിച്ച്, ആമേൻ, കൊരിന്തിലും ദൈവത്തിന് സ്തോത്രം മറ്റുള്ള സ്ഥലങ്ങളിലും ഫിലിപ്പിയിലും തെസ്സലോനിക്കയിലും ഒക്കെ ദൈവവചനം എത്തിക്കാൻ ഇടയാക്കിയത് ഈ 3 മിഷനറി യാത്രകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഉപദേശ സംബന്ധമായ പല വിഷയങ്ങളും തെളിയിക്കുവാൻ എടുക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ പോലും ഈ മിഷനറി യാത്രയിൽ അദ്ദേഹം സ്ഥാപിച്ച സഭകളിൽ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അദ്ദേഹം നൽകിയ വേദശാസ്ത്ര ഉപദേശങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ 3 മിഷനറി യാത്രകൾ, ഈ 3 മിഷനറി യാത്രകൾക്ക് ആമേൻ കാരണമായത് എന്താണെന്നറിയാമോ? ഒരുപാട് പേരുടെ ഉപവാസമൊന്നുമല്ല, ഒരുപാട് പേരുടെ പ്രാർത്ഥനയല്ല, 5 പേരുടെ ഉപവാസം. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ഉപവസിക്കുന്ന ഉപവാസം ശരിയായതാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നിന്റെ ഉപവാസം ആത്മാവ് പറഞ്ഞത് കേട്ടാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. 5 പേരേ ഉള്ളൂ ഉപവാസത്തിന്, ഇല്ലേ? ആളിന്റെ എണ്ണം ഉണ്ടോ? അന്ത്യോക്യ സഭയിൽ ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല, അന്ത്യോക്യ സഭയിൽ ഒരുപാട് ആളുകളുണ്ട്. 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ആളുകളാണ് അന്ത്യോക്യ സഭയിലേക്ക് വന്നത്. അപ്പം ആളില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ 5 പേരാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഞാൻ അതിന്റെ അകത്തുനിന്ന് ഒരു ആത്മീക ദൂത് പറയാം. ആളിന്റെ എണ്ണത്തിലല്ല, വ്യക്തികളുടെ ഒരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എത്ര പേർ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യും? എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും, കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും, കൂടെ സഹായിക്കാൻ നിനക്ക് ആരുമില്ലെങ്കിലും, ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ഒറ്റയ്ക്ക് കടന്ന് ഉപവസിച്ചാലും, ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്നാലും അതിന്റെ പിറകിൽ ഒരു റിസൾട്ട് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്.
ഈ 3 ദിവസവും അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് അതിൽ നിന്ന് ചിന്തിക്കാനാ. ഇന്ന് ഒരുക്കത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഉപവാസത്തിന്റെ അകത്ത് ഒരു ഒരുക്കം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, 5 പേരാണ് ദൈവസന്നിധിയിൽ ഉപവസിച്ചത്. ഈ ഉപവസിച്ച 5 ആളുകൾ സാധാരണക്കാരായ ആളുകളായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവർ പ്രവാചകന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, അവർ ഉപദേഷ്ടാക്കന്മാരായിരുന്നു. ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫറ്റ്സ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നത്തെ കാലത്ത് പ്രവാചകന്മാർ പറയുന്നത് ഞങ്ങൾക്കിനി ഉപവാസത്തിന്റെ ആവശ്യമില്ല. ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് ഞങ്ങൾക്കിനി ഉപവാസത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഉപദേഷ്ടാവെന്നോ പ്രവാചകനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. ആമേൻ. കാലാകാലങ്ങളിൽ ആമേൻ ദൈവത്തിന് ചെയ്യാനുള്ളത്, ദൈവത്തിന് പറയാനുള്ളത് ആമേൻ നിനക്ക് കേൾക്കണമെങ്കിൽ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ പറ്റില്ല. ദൈവസന്നിധിയിൽ അവൈലബിൾ ആകണം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അറിയപ്പെടുന്ന പ്രവാചകന്മാരാണെന്നേ, അറിയപ്പെടുന്ന ഉപദേഷ്ടാക്കന്മാരാണെന്നേ, പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് കുറച്ച് ദിവസം അവർ ഉപവസിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര ദിവസം ഉപവസിച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കൊള്ളുക. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഉപവാസത്തിന് എണ്ണമില്ല. എണ്ണമുണ്ടോ? എണ്ണമില്ല. വേദപുസ്തകത്തിന്റെ അകത്ത് എണ്ണമുള്ള ഉപവാസവും എണ്ണമില്ലാത്ത ഉപവാസവും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. പഴയ നിയമത്തിൽ 12 ഉപവാസങ്ങളാണ്, പുതിയ നിയമത്തിൽ 5 ഉപവാസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് എണ്ണമുള്ളതും എണ്ണമില്ലാത്തതുമായ ഉപവാസങ്ങളുണ്ട്. ഇത് എണ്ണമില്ലാത്ത ഉപവാസമാണ്. എന്തുകൊണ്ടാണ് എണ്ണം അവിടെ എഴുതാത്തതെന്ന് അറിയാമോ? ഞാനൊരു കാര്യം പറയാം, ഉപവാസത്തെ വെറും പ്രോഗ്രാം ആക്കരുത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ഉപവാസവും പ്രാർത്ഥനയും പ്രോഗ്രാം അല്ല, ആളെ തികയ്ക്കാനുള്ളതല്ല, ഫ്ലെക്സും കട്ടൗട്ടും വെക്കാനുള്ളതല്ല. വെക്കുന്നവരൊക്കെ വെച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനെ ഞാനും നിങ്ങളും പ്രോഗ്രാം ആക്കാതെ ദൈവത്തിന് സ്തോത്രം, ദൈവമുഖത്തേക്ക് ദൈവം മറുപടി തരുന്നത് വരെ, ദൈവത്തിന്റെ ഇടപെടിയിൽ ഉണ്ടാകുന്നത് വരെ, ദൈവാത്മാവിന്റെ ഒരു ഇടപെടിയിൽ ഉണ്ടാകുന്നത് വരെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉപവാസത്തിന് അനന്തരമായി ചില റിസൾട്ടുകൾ ഉണ്ടാകും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലാകുന്നു? ആമേൻ. ഇതൊരു പ്രോഗ്രാമായിട്ട് മാറാനല്ല, ഈ സഭയുടെ ഒരു പ്രോഗ്രാം അല്ല. 2025 ഏറ്റവും ഒടുവിൽ സഭ ആമേൻ ചില ദിവസങ്ങൾ ഇരുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്ത് കർത്താവേ, ഞങ്ങൾ ഇതിനെ പ്രോഗ്രാം ആക്കുകയല്ല. ശമനഘടക ജഗന ഹംദരാധനാധര അർത്ഥൽ കമനഘടക ശാന്തരാധനസിയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് സ്തോത്രം, അവർ ഉപദേഷ്ടാക്കന്മാരായിരുന്നിട്ടും പ്രവാചകന്മാരായിരുന്നിട്ടും അവർ ദൈവസന്നിധിയിൽ ചില സമയങ്ങൾ ഇരുന്നു, ഉപവസിച്ചു. ചിലർ ചോദിക്കുന്നത് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത്രയത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷെ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എടുത്തു വായിച്ചോ. ഞാൻ പറയാം, അവിടെ പലവട്ടം പട്ടിണി എന്ന് പറയുന്ന ഒരു പദമുണ്ട്. പലവട്ടം പട്ടിണി. പക്ഷെ അതിനെ NKJV എന്ന് പറയുന്ന ബൈബിൾ ആരുടെയെങ്കിലും കയ്യിൽ ആ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പലവട്ടം പട്ടിണി എന്ന് പറയുന്നത് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതവിടെ കാണിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആ റെഫറൻസ് ഒന്ന് പറയണമല്ലോ. കർത്താവിന് സ്തോത്രം. ആമേൻ. 11:27. അതെ, ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ഇൻ ഫാസ്റ്റിംഗ് ഓഫൺ എന്നാണ് NKJV ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഫ്രീക്വന്റ് ഫാസ്റ്റിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ താൻ പറയുക, മിക്ക ദിവസങ്ങളിലും താൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. കാരണം ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട്. ചിലർക്ക് ഈ ഉപവാസ പ്രാർത്ഥന ഇഷ്ടമല്ലാത്തവരുണ്ട്. സ്തോത്രം. ഉപവസിക്കുന്നത് എന്തിനാ? പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റില്ലയോ, നിങ്ങൾ ഉപവസിക്കണ്ട. അതൊരു വിഷയമല്ല ദൈവസന്നിധിയിൽ. ചിലർ ചോദിക്കും എത്ര ദിവസം ഉപവസിക്കണം? വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഡേയ്സിന് പ്രാധാന്യമൊന്നുമില്ല. വേദപുസ്തകത്തിൽ ദിവസങ്ങൾക്ക് പ്രാധാന്യമില്ല.
എത്ര ദിവസം ഉപവസിച്ചു എന്നുള്ളതിന് പ്രാധാന്യമില്ല. ദൈവത്തിന് സ്തോത്രം. മനോഭാവത്തിനാണ് പ്രാധാന്യം. മനോഭാവത്തിനാണ് പ്രാധാന്യം. നീ ഉപവസിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നിന്റെ ഉപവാസം മനുഷ്യന് വിളങ്ങാനല്ല. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നീ പോവുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് മറുപടി തരും. ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്നത്, ദൈവസന്നിധിയിൽ പട്ടിണിയിരിക്കുന്നത്, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആമേൻ. അത് നിനക്ക് ദോഷമല്ല, അത് നിനക്ക് നഷ്ടമല്ല, അത് നിനക്ക് നന്മയാണ്. Glory to God. എൻ്റെ സ്നേഹിതന്മാരായ കുറച്ചധികം ദൈവദാസന്മാർ ഇവിടെ ഈ പല സഭകളിലും ശുശ്രൂഷിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പം ചിലരൊക്കെ സെമിനാരിയിൽ എൻ്റെ കൂടെ പഠിച്ചതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. കാരണം ഞാനങ്ങനെ ഒത്തിരി യാത്രകൾ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ചർച്ച ഉള്ളതുകൊണ്ട് ഞാനെങ്ങും പോകാറുമില്ല. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഇത്രയും നാളായിട്ട് നിങ്ങൾ നന്നായില്ലയോ എന്ന് ചോദിച്ചു. ഇത്രയും നാളായിട്ട് നിങ്ങൾ നന്നായില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നന്നാകാത്തതല്ല, ഞാൻ നന്നാകുമ്പോൾ ഒരു 21 ഇരിക്കും. അതോടുകൂടി പിന്നെ പഴയതുപോലെ ആകും. ഞാനൊരു കാര്യം പറയാം. ദൈവസന്നിധിയിൽ ഇരിക്കാത്തിടത്തോളം കാലം ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയില്ല. ദൈവം തരുന്നത് സൗജന്യമായിട്ടാണ്. നമ്മുടെ ഒരു പ്രവൃത്തിയും അതിനാവശ്യമായിട്ടില്ല. പക്ഷേ വിലയേറിയ ദൈവികമായ മർമ്മങ്ങൾ ദൈവം പകരുമ്പോൾ ആ പകരപ്പെടുന്ന വ്യക്തി ദൈവസന്നിധിയിൽ മാറിയിരിക്കണമെന്ന് ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? വേദപുസ്തകത്തിലെ ആദ്യത്തെ ഉപവാസം, ദൈവത്തിന് സ്തോത്രം, മോശയുടെ ഉപവാസമാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്തു. പക്ഷെ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഒരു പർവ്വതത്തിൽ 40 ദിനരാത്രങ്ങൾ ഇരുത്തി, ജലപാനം പോലുമില്ലാതെ ആമേൻ ഇരുന്നതിന് ശേഷമാണ് തൻ്റെ കയ്യിൽ കൊടുത്തിറക്കി വിട്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് മനസ്സിലായി? വെറുതെ റോഡിൽ കൂടെ നടക്കുമ്പോൾ നീ ഇങ്ങ് വാടാ, ഇതെല്ലാം പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുവല്ല ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവർത്തികളൊന്നും ഇതിൻ്റെ അകത്ത് മാനദണ്ഡമല്ലെങ്കിലും സ്തോത്രം, ഇതൊക്കെ മനസ്സിലാക്കിയ പൗലോസിനെ പോലെയുള്ളവർ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഈ നാളുകളിൽ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൈവസന്നിധിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ദൈവപൈതലേ, നിന്നോട് ചിലത് ദൈവത്തിന് സംസാരിപ്പാനുണ്ട്, നിന്നോട് ചിലത് ദൈവത്തിന് അരുളപ്പാട് അറിയിക്കാനുണ്ട്, നിന്നോട് ചിലത് ദൈവത്തിന് ഇടപെടാനുണ്ട്. ശമനഘടകര ജഗർധന റിബൽ ഖമനഘടക ശന്തരാധനസ്യ ചുടരബലബലബ ശന്തരാധനാധര. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മിൽ നിന്ന് ഒരു മനസ്സൊരുക്കം ദൈവം പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉപവാസം എന്ന് പറയുന്നത് വെറുതെ പട്ടിണി ഇരിക്കലല്ല. ഉപവാസം എന്ന് പറയും, കാരണം വേദപുസ്തകത്തിൽ ഉപവാസം, പ്രാർത്ഥന ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. പ്രവാചകനായ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ പഴയ നിയമ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനായ യോവേലിന്റെ പുസ്തകം നിങ്ങൾ കണ്ടോ? അവിടെ ഉപവാസം എന്ന് പറയുന്ന ഒരു പദം മറ്റു 3-4 പദങ്ങളുടെ ഇടയിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപവാസത്തിന് മുമ്പ് അവിടെ കിടക്കുന്ന ഒരു പദം വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്, പൂർണ്ണ ഹൃദയം. അപ്പോൾ ഉപവാസം ഇരിക്കുന്നു എന്നുള്ളതല്ല, പൂർണ്ണ ഹൃദയത്തോടെയാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? ഇതാണ് വിഷയം. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം. ദൈവം മുമ്പാകെ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മളുടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയാണ്, നമ്മുടെ അവൈലബിലിറ്റിയാണ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. നമ്മൾ പല വഴിക്ക് പോയി നാനാ കാര്യങ്ങളുടെ പുറകിൽ പോയിട്ട് വരുമ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ പറ്റില്ല, ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. കാരണം ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ അവൈലബിലിറ്റി ആവശ്യമാണ്.
ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ സമർപ്പണം ദൈവത്തിന് ആവശ്യമാണ്. നമ്മുടെ ഇച്ഛാശക്തി ദൈവത്തിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇച്ഛാശക്തി ദൈവത്തിന് ആവശ്യം? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിൽ നമ്മുടെ ഇച്ഛാശക്തി മുഴുവനും പിശാചിന്റെ മുമ്പിൽ നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ അടിയറവ് വെച്ചതാണ്. മനസ്സിലായോ? അതുകൊണ്ട് തൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരുടെ സമ്പൂർണമായ സമർപ്പണമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? തൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താ? സമ്പൂർണമായ സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താ? നമ്മൾ സമർപ്പിച്ചു. ഈ ആരാധന എന്ന് പറയുന്നത് എന്താ? യെസ്, എക്സാക്ട്ലി, സമർപ്പണമാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ സുപരിചിതമായ വാക്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ആമേൻ, ദൈവത്തിന് സ്തോത്രം. പ്രസന്റ് യുവർ ബോഡീസ്. നമ്പർ 1, ശരീരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പാപത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന കണ്ണ്, കയ്യ്, കാല്, അവയവങ്ങൾ, ഇതെല്ലാം ഒരു കാലത്ത് പാപത്തിന് ദാസന്മാരായിരുന്നു. പക്ഷെ കൃപയാൽ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ, ഈ കണ്ണ് ഇനി പാപം ചെയ്യാനുള്ളതല്ല, ഈ കയ്യ് ഇത് ദൈവത്തിന് സ്തോത്രം മോശമായ പ്രവൃത്തികൾക്കുള്ളതല്ല, ഇത് യേശുവിന് വേണ്ടി ഓടേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം, അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായി ദൈവവചനത്തിന്റെ അകത്ത് പറയുകയാണ്, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. സ്തോത്രം. പാപം ചെയ്യുവാനുള്ള സാധ്യതകൾ മുമ്പിൽ നിൽക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, അന്യഗ്രഹത്തിൽ നിന്ന് പൊട്ടി വീണ ജീവികളെ പോലെ ജീവിക്കാനുള്ളവരല്ല നമ്മൾ. മനസ്സിലായോ? ഏത് സമയത്തും നമ്മുടെ അവയവങ്ങളുടെ മേൽ, നമ്മുടെ ശരീരത്തിന് മേൽ വാഴുവാൻ ശ്രമിക്കുന്ന പാപത്തിന്റെ ശക്തികൾ, ആമേൻ, അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവകൃപയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇതിനെ കീഴ്പ്പെടുത്തുന്നതാണ് ഉപവാസം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, പാപം, ആമേൻ, അതിന്റെ മോഹങ്ങളെ നിവർത്തിക്കുമാറ് ഇനിയും നിങ്ങളുടെ അവയവങ്ങളിൽ വാഴരുത്. സ്തോത്രം. നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സ്തോത്രം അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത്. അപ്പൊ നമുക്ക് സമർപ്പിക്കാൻ പറ്റും? പാപം ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. സ്തോത്രം. പക്ഷേ തീരുമാനം നമ്മുടേതാണ്. ഇന്ന് രാത്രി ഒന്ന് തീരുമാനിക്കാമോ? കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടെ ഇരിക്കുമ്പോൾ ഈ ഒരുക്കമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരുക്കമുള്ളിടത്തെ ദൈവത്തിന് സ്തോത്രം വല്ലതും നടക്കത്തുള്ളൂ. ഞാൻ കുറച്ചുനാൾ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൃഷിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഭൂമി ഒരുക്കാത്തടത്തോളം കാലം എത്ര നല്ല ഹൈബ്രിഡ് വിത്ത് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ഇട്ടാലും അത് വേര് പിടിക്കില്ല. ഒരു കൃഷിക്കാരൻ ഭൂമി ഒരുക്കുന്നത് പോലെ ദൈവവചനത്താൽ, തിരുവചന ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ ഒരുക്കപ്പെടണം. സ്തോത്രം. നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം, നമ്മൾ പണിയപ്പെടണം, നമ്മൾ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന സന്ദേശങ്ങളാണ് ഈ നാളുകളിൽ പലയിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നീ രക്ഷിക്കപ്പെട്ടാൽ നീ ചെയ്യുന്ന പാപങ്ങൾ നിന്റെ ശരീരത്തെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആത്മാവിനെ ബാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ കപടതയിലേക്കും ദൈവത്തിന് സ്തോത്രം നിത്യനരകത്തിലേക്കും തള്ളിയിടുന്ന പഠിപ്പീരുകൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, പാപമെന്ന് പറയുന്നത് നിസ്സാരമല്ല. അതിനെ ഇന്ന് രാത്രിയിൽ ദൈവസഭ തിരിച്ചറിയണം. പിശാചിനെ ആമേൻ നീ കീഴ്പ്പെടുത്തുന്നതിനും ശ്രമിക്കുന്നതിനും മുമ്പ് പാപത്തെ കീഴ്പ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പാപബോധത്തിന്റെ ആത്മാവാണ്. എവിടെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടോ അവിടെ പാപബോധം വന്നിട്ടുണ്ട്. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു വലിയ ഉണർവിന് ദൈവം ഉപയോഗിച്ചൊരു ദൈവമനുഷ്യനാണ് ചാൾസ് ഫിന്നി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശക്തമായ ഉണർവ് അദ്ദേഹത്തിലൂടെ നടന്നു. പക്ഷെ അദ്ദേഹത്തിന് നാളുകൾ പാപബോധമായിരുന്നു. ഈ പാപബോധം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ താൻ ശുശ്രൂഷിക്കുന്നിടത്ത് ജനത്തിന് പാപബോധം ഉണ്ടാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. യഥാർത്ഥമായ ദൈവവചന ശുശ്രൂഷയാണെങ്കിൽ നിത്യതയെക്കുറിച്ച് ബോധം വരുത്തും. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ പ്രിയനോട് ചേരാൻ നമുക്ക് ഇഷ്ടം തോന്നും. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങും. അല്ലാത്ത ശുശ്രൂഷയാണെങ്കിൽ കുറച്ചു നാളൂടെ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് തോന്നും. എത്ര പേർക്ക് മനസ്സിലായി? എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഇതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രൈസ് ദി ലോർഡ്. തരാനുള്ളതൊക്കെ ദൈവം നമുക്ക് തരുമെന്നേ, നടത്താനുള്ളതൊക്കെ ദൈവം തക്ക സമയത്ത് നടത്തുമെന്നേ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് ആവശ്യം നമ്മുടെ ശുദ്ധീകരണമാണ്. ഉപവാസത്തിന്റെ അകത്ത് ഈ ശുദ്ധീകരണം നടക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ മനസ്സിലാക്കിയ ദൈവഭക്തന്മാരാണ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞത്. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന് സ്തോത്രം പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന് പ്രവാചകനായ യിരെമ്യാവിന്റെ കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തിന് സ്തോത്രം രട്ടെടുത്തുകൊണ്ടും വെണ്ണീറിലിരുന്നു കൊണ്ടും പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ മുഖം തിരിച്ചു. കണ്ടോ, ഏറ്റുപറച്ചിൽ നടക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ദീർഘമായ വാക്യങ്ങൾ ഏറ്റുപറച്ചിലാണ്. ദീർഘമായ വാക്യങ്ങൾ. എനിക്കൊന്ന് ഒരു 10-20 വാക്യങ്ങൾ ഏറ്റുപറയുകയാണ്. സ്തോത്രം. ആരുടെയൊക്കെ പാപങ്ങളാ? തൻ്റെ പാപം, തൻ്റെ പിതാക്കന്മാരുടെ പാപം, ജനത്തിന്റെ പാപം. ഞാൻ ഈ ദാനിയേലിനെ കുറിച്ച് പഠിച്ചപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് ഏറ്റുപറയാൻ ഒന്നുമില്ല. അത്ര വിശുദ്ധനായ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് താൻ ചെന്നപ്പോൾ, കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ, ആ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം എല്ലാ സർവ്വ സുഖങ്ങളിലും ദൈവത്തിന് സ്തോത്രം ദൈവത്തെ മുറുകെ പിടിച്ചു നിന്ന ദൈവഭക്തനായ മനുഷ്യനാണ്. പക്ഷെ ഇത്രയും ദൈവഭക്തനായിട്ടും താൻ ഏറ്റുപറയുകയാണ് ദൈവം മുമ്പാകെ. സ്തോത്രം. എനിക്കത് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പഴയ നിയമ ഭക്തന്മാർക്ക് പോലും ദൈവത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. ദൈവം ആരായിരുന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ദൈവസ്നേഹത്തെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 8-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഹി ഹു റിജക്ട്സ് ദിസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി വേണ്ട എന്ന് പറയുന്നവർ, ദൈവത്തിന് സ്തോത്രം ദൈവകൃപയ്ക്ക് വിശുദ്ധി ആവശ്യമില്ലെന്ന് പറയുന്നവർ ദൈവത്തെ തുച്ഛീകരിക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തലമുറകളെ വിശുദ്ധി ജീവിതം പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അകത്തുനിന്ന് അകറ്റിക്കളയാൻ ചില പാപത്തിന്റെ വഴികൾ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരുങ്ങി വരുമ്പോൾ മനസ്സിലാക്കണം, അത് നിനക്ക് സുഖം തരാനല്ല, അത് നിന്നെ സന്തോഷിപ്പിക്കാനല്ല, അത് എന്നെയും നിങ്ങളെയും ദൈവ പദ്ധതിക്കകത്തുനിന്ന് മാറ്റാനാണ്. എത്ര പേര് മനസ്സിലായി? വാഗ്ദത്തമുള്ളവനാണ് യോസഫ്. 39-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പാപം അതിന്റെ സകല ഇമ്പങ്ങളെയും വെച്ച് പൊത്തിപ്പറിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലൂടെ ഒരുങ്ങി വന്നപ്പോൾ ഞാൻ അതിനെ ഒരു ആത്മീക പോരാട്ടമായിട്ടാണ് കാണുന്നത്. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. കഷ്ടതയ്ക്കകത്ത് തള്ളിക്കളയാത്തവനെ പാപത്തിന്റെ മുമ്പിൽ വെച്ച് ദൈവ പദ്ധതിയിൽ നിന്ന് മാറ്റാൻ പിശാചൊരുക്കിയ പദ്ധതിയായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പക്ഷെ ആ ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം സാഹചര്യങ്ങൾ മുഴുവനും തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? 39-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. വായിച്ചു. ദിനം പ്രതി യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ കണ്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ആ വാക്യമൊന്ന് ശ്രദ്ധിക്കണം. അവളോട് കൂടെ ശയിച്ചു എന്നുള്ളതല്ല, അവിടെ അടുത്തിരിക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് ഞാൻ പറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ ചിലത് കൺമുമ്പിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം വീഴത്തില്ല എന്ന് ചിന്തിക്കരുത്. ചിലത് നിന്നെ വീഴ്ത്താനാണ് വരുന്നത്.
എത്ര പേർക്ക് മനസ്സിലായി? ഇത് മനസ്സിലാക്കിയവൻ അടുത്തുപോലും ഇരുന്നില്ല, ഓടി മാറിക്കളഞ്ഞു. ഇല്ലേ? സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി? ആമേൻ. ഈ വന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. നാളെ ഞാൻ ആത്മീക യുദ്ധത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഒന്നാമത് ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ബിലയാം എന്ന് പറയുന്ന ഇസ്രായേലിനെ ശപിക്കാനായിട്ട് വന്ന വ്യക്തി, അടുത്തത് പഴയ നിയമ ഇസ്രായേലിനെ തെറ്റിച്ച് കളഞ്ഞ ഇസബേൽ എന്ന് പറയുന്ന ശക്തി. ഇത് രണ്ടും വ്യക്തികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊന്നും വ്യക്തികളല്ലെന്നേ, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ തുയത്തൈര സഭയോട് പറയുകയാണ്, ആമേൻ, ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നീ അനുവദിച്ചു കൊടുക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇത് പറയുമ്പോൾ ഇതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതാ ഇസബേല്. പക്ഷെ ഈ ഇസബേൽ എങ്ങനെ തുയത്തൈര സഭയ്ക്കകത്തെത്തി? ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. പെർഗമോസ് സഭയോട് ദൂത് പറയുമ്പോൾ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ടെന്ന് പറയുമ്പോൾ ആ പഴയ ബിലയാം കാലങ്ങൾ കഴിഞ്ഞ് എങ്ങനെ എത്തി? ശമന രഗജന ഹർത്തരാധനാധര. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, ഇത് വ്യക്തിയല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ശമനഘടകരജകന ഹന്തരാധനസിയ. ഇതിനെ നീ എങ്ങനെ ജയിക്കും? ഇതിനെ വിശുദ്ധിയിൽ ജയിക്കണം. ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ ആത്മീക ദൂത് നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. ഏഷ്യ മൈനറിലെ 7 സഭകൾ, എഫെസോസ്, മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ, ഈ സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഈ സഭകൾക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഈ ബിലയാമും ഈ ഇസബേലും. പക്ഷേ ഇവരൊക്കെ ഈ സഭയ്ക്കകത്തേക്ക് എങ്ങനെ വന്നുകൂടി? സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇരുളിന്റെ ശക്തികളുണ്ട്. ഇത് വരുന്നത് എന്തിനാണെന്നറിയാമോ? ചിലതിനെ വഴിതെറ്റിക്കാനാണ്, ചിലതിനെ കൃപയിൽ നിന്ന് വീഴ്ത്താനാണ്, ചിലതിനെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാതിരിക്കാനാണ്, ചിലതിനെ ദൈവ പദ്ധതിയിൽ നിന്ന് മാറ്റാനാണ്. ഇത് മനസ്സിലാക്കിയ യോസഫ് അവിടെ അടുത്തുപോലും ഇരുന്നില്ല, ഓടി മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം ആരംഭിക്കുമ്പോൾ, 39-ാം അധ്യായം, ആ 2 ഭാഗങ്ങൾ കൂടെ പറയാതെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്നാൽ എന്നാണ് ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ച് പഠിച്ചു കൊള്ളുക. പലരും ഉപവാസത്തിലാണല്ലോ. ഈ 38ഉം 39ഉം ചേർത്ത് പഠിക്കണം. 38ഉം 39ഉം ചേർത്ത് പഠിക്കണം. രണ്ടും സമാന്തരമായി നടക്കുന്ന 2 സംഭവങ്ങളാണ്. രണ്ടും സമാന്തരമായി നടക്കുന്ന 2 സംഭവങ്ങൾ. 39-ാം അധ്യായത്തിൽ ഒരുത്തൻ പാപത്തിന്റെ വഴിയിൽ നിന്ന് ഓടി മാറുകയാണ്. പക്ഷെ 38-ാം അധ്യായത്തിൽ മറ്റൊരുത്തൻ, ഒരേ അപ്പന് ജനിച്ചവനാണ് യഹൂദ. 38-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ദൈവത്തിന് സ്തോത്രം ഒന്ന് കാണിക്കുമോ? 38-ന്റെ 1. തന്റെ സഹോദരന്മാരെ വിട്ടു എന്ന് നോക്കിക്കേ. സഹോദരന്മാരെ വിട്ടിട്ട് ഒരു വീട്ടിലേക്ക് പോയി, ഒരിടത്ത് ദൈവത്തിന് സ്തോത്രം ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുക്കുന്നു. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാനത് വിശദീകരിച്ചാൽ ഈ ഹോളിന്റെ അകത്തെ ആത്മീക അന്തരീക്ഷം മലിനമായി പോകും. അത്രയ്ക്ക് നികൃഷ്ടമായ സംഭവങ്ങളാണ് ദൈവത്തിന് സ്തോത്രം യഹൂദയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ പിന്നീട് തന്റെ ജീവിതത്തിന്റെ അകത്ത് കാലങ്ങളിൽ നിങ്ങൾ സംഭവിച്ചത് മുഴുവനും എടുത്തു നോക്കിക്കോ. കണ്ണുനീരോടെ ഇരുന്നേ 38-ാം അധ്യായം വായിക്കത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയാം, 38-ൽ ഒരുത്തന്റെ ചരിത്രം പാപത്തിന് വേണ്ടി പോയപ്പോൾ, 39-ൽ ഒരുത്തൻ പലതിനെയും വിട്ടോടിയപ്പോൾ, അവന്റെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടമാണെങ്കിലും അവനെ ചിലരൊക്കെ മറന്നെങ്കിലും ആമേ തക്ക സമയത്ത് ഉയർത്തി കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ദൈവത്തിന് സ്തോത്രം, ഈ ഉപവാസത്തിന്റെ ഈ 2-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ഉപവാസത്തിന്റെ അകത്ത് നീ പാപത്തെ ജയിക്കണം. എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു? ഉപവാസത്തിന്റെ അകത്ത് പാപത്തെ ജയിക്കണം. സമർപ്പണത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സമർപ്പിക്കാത്തിടത്തോളം കാലം ദൈവം സംസാരിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ എടുത്ത് വായിക്കണ്ട, ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. 2-3 വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ, അപ്പോൾ ശമൂവേൽ
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പദമുണ്ട്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ചിലതിനെ നീക്കുന്നെങ്കിൽ യഹോവ നിങ്ങളെ വിടുവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ ഞെട്ടലോടെ ഞാനൊരു കാര്യം മനസ്സിലാക്കി. 20 വർഷം ദൈവം സംസാരിച്ചില്ല. എത്ര വർഷമാ? എല്ലാവരും എൻ്റെ കൂടെ വരണേ. എത്ര വർഷം ദൈവം സംസാരിച്ചില്ല? 20 years ദൈവം സംസാരിച്ചില്ല. പ്രവാചകൻ ഇല്ലാഞ്ഞിട്ടല്ല. ശമൂവേൽ എന്ന് പറയുന്ന ശക്തനായ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു, ദൈവദാസനെ. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു പഠിച്ചു. ഞാൻ ആ ഭാഗം ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. നമുക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, നമുക്ക് വചനം പറയാൻ അറിയാമെങ്കിൽ അവസരം തേടി നമ്മൾ നടക്കും, ഇല്ലേ? എന്നെ ഒന്ന് വിളിക്കണേ, എനിക്കൊരു അവസരം തരണേ, എന്നെ ഒന്ന് വിളിക്കണേ എന്നൊക്കെ നമ്മൾ തേടി നടക്കും. പക്ഷെ ഈ ദൈവമനുഷ്യനെ 20 വർഷം സീനിലില്ല. നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചോ. ഞാൻ വചനത്തിലില്ലാത്തൊരു കാര്യവും പറയത്തില്ല. 20 വർഷം ഈ മനുഷ്യനെ കാണാനില്ല, ഈ ദൈവമനുഷ്യൻ. ആ ഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത ഞാൻ പറയാം. 20 വർഷം ഈ ജനത്തിന് ദൈവത്തെ ആവശ്യമില്ലായിരുന്നു. എന്തോ മനസ്സിലായി? 20 വർഷം ഈ ജനത്തിന് ദൈവത്തെ ആവശ്യമില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ എഴുതിയിരിക്കുന്നത് 20 സംവത്സരം കഴിഞ്ഞപ്പോൾ അവർ വിലപിച്ചു. അപ്പോൾ ശമൂവേലിനെ കണ്ടോ? സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിന്റെ കാലങ്ങൾ നഷ്ടമാകരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സംവത്സരങ്ങൾ നഷ്ടമാക്കി കളയരുത്. ജീവിതത്തിന്റെ ആയുസ് നീ നഷ്ടമാക്കി കളയരുത്. നിന്റെ ദിവസങ്ങൾ നീ നഷ്ടമാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. നാളുകൾ വെറുതെ കളയരുത്. ഒരു പുരുഷായുസ് മുഴുവനും നഷ്ടപ്പെടുത്തി കളയരുത്. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സംസാരിക്കാതിരുന്ന ഒത്തിരി കാലങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഏലിയുടെ മക്കളുടെ കാലത്ത് ദൈവം മിണ്ടിയില്ലെന്നാണ്. There was no word from the Lord എന്നാണ്. ദൈവത്തിൽ നിന്നൊരു വാക്കുമില്ലായിരുന്നു. ഇല്ലാതിരുന്നത് എന്താണെന്ന് അറിയാമോ? കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സംസാരിക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. വചനം പഠിച്ചപ്പോൾ എനിക്ക് അതാണ് മനസ്സിലായത്. പക്ഷെ ആരെങ്കിലും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ, ഹൃദയനുറുക്കത്തോടെ, അപ്പാ എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞ് അവിടുത്തെ പാദപീഠത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മുടെ അടുത്തിറങ്ങി വരുന്ന ദൈവമാണ്. നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മളോട് ആലോചന പറയുന്ന ദൈവമാണ്. നിന്നെ നിന്ദിപ്പിക്കുന്ന ദൈവമല്ല, നിന്റെ അരികിൽ ഇറങ്ങുന്ന ദൈവമാണ്. അല്പനിമിഷങ്ങളൊന്ന് സമർപ്പിച്ചാട്ട്, അല്പനിമിഷങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. അപ്പാ ഞങ്ങളോട് സംസാരിക്കണമേ. കാലങ്ങൾ നീണ്ടുപോകാതെ, സംവത്സരങ്ങൾ നീണ്ടുപോകാതെ, ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഗ്ലോറി ടു ഗോഡ്. ഈ സമർപ്പണത്തോടെ കർത്താവ് ആമേൻ നമ്മളെ പറഞ്ഞയക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.